തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് എന്ന് ടി വി പ്രസാദ് നമ്മളോട് പറയും. ടി വി പ്രസാദ് തയ്യാറാണ്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ് സുന്ദരമായൊരു വാർത്താ ദിനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ടി വി പ്രസാദ് ഓർമ്മയുണ്ടാവും. 10ാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് ടി വി പ്രസാദ് എന്താ ചെയ്തത്? ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ മനസ്സിൽ. ഓർമ്മയില്ല എന്താ ചെയ്തത്. ആണല്ലേ? സാധാരണ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോൾ വല്ലാത്ത റിലാക്സേഷൻ അല്ലേ? കളിക്കാൻ പോവാം, ഇനി ആ ടെൻഷനൊക്കെ മാറി, സുഹൃത്തുക്കളെ മിസ് ചെയ്യും. അല്ല, അത് നമ്മളെ നാട്ടിലെ വീട്ടിൻ്റെ അടുത്ത് തോടും കാവും എല്ലാം ഉണ്ട്. അവിടെ ഇരുന്നാണ് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യാം. അന്നേരം ആ സമയത്ത് വിചാരിക്കുന്ന കാര്യം, ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് വേണം വെറുതെ വന്നിട്ട് അവിടെ 5 മിനിറ്റ് ഇരിക്കാൻ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഇരുത്തം പിന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുമല്ലോ വെറുതെ അവിടെ പോയിരിക്കണം. ശരിയാ, പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നടപ്പാക്കാൻ നമുക്ക് തോന്നത്തില്ല. അത് ആ പഠനത്തിന്റെ സമയത്ത് തോന്നുന്ന ഒരു സ്പിരിറ്റ് മാത്രമാണ്. ഏതായാലും 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇന്ന് തീരുകയാണ് അല്ലേ? അതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും കുട്ടികൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. ചില നിരീക്ഷണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഈ സംഭവങ്ങളുടെ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതെ അരുൺ, വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നിർദ്ദേശമാണ് ഇത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കുട്ടികൾക്കിടയിലുള്ള അടി, സംഘർഷം അത് പതിവായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അരുൺ, മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ CCTV കുറവായത് കൊണ്ടായിരിക്കാം ദൃശ്യങ്ങൾ പുറത്തു വരാത്തതെന്നാണ്. പക്ഷേ അതല്ല, പല സ്കൂളുകളിലും സ്ഥിരമായി തന്നെ അടി നടക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അത് ഈ ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട് അപൂർവം ചിലത് മാത്രമാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇന്നെന്തായാലും ഈ SLC പരീക്ഷ കഴിഞ്ഞ ഒരു ആവേശത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് തീർക്കാനും മറ്റുമുള്ള ഒരു ദിവസമാക്കി ഇന്ന് മാറ്റുമെന്ന് സർക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യമായ ആഘോഷ പരിപാടികളിലേക്കൊന്നും ഇതിൻ്റെ ഭാഗമായി കടക്കണ്ട എന്ന കർശന നിർദ്ദേശമാണുള്ളത്. എന്തായാലും SLC പരീക്ഷ എഴുതിയ കുട്ടികളെല്ലാം അവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നൊരു ദിവസമായിരിക്കും. എന്തായാലും ഇന്ന് രാത്രി ഒരു സമാധാനത്തോടെ കടന്നുറങ്ങും, ഒരുപാട് കാലത്തിന് ശേഷം വരും. സന്തോഷം അല്ലേ? അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ല റിസൾട്ട് വരും എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ടി വി പ്രസാദ്, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു വിഭാഗമുണ്ട്. അവരുടെ റിസൾട്ട് എന്ത് വരുമെന്ന് അറിയില്ല. SLC പരീക്ഷ ഇന്ന് അവസാനിക്കുമ്പോൾ കുട്ടികൾക്ക് ആശ്വാസമുണ്ടെങ്കിലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ അതില്ല. ഇന്നിപ്പോൾ 1.5 മാസം പിന്നിടുകയാണ്. നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ജനസഭയുണ്ടെന്ന് കേട്ടു തലസ്ഥാനത്ത്. അതെ, പ്രധാനപ്പെട്ട ഒരുപാട് പേർ ഇന്നത്തെ സഭയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അരുൺ. അവർ അത് സംബന്ധിച്ചുള്ള പ്രസ് റിലീസൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരുക്കം അവിടെ നടത്തിയിട്ടുമുണ്ട് എന്നതാണ്. എന്തായാലും അരുൺ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ദിവസം കണക്ക് കൂട്ടി പോകുമ്പോൾ ഇതൊരു 1.5 മാസം പൂർത്തിയായി എന്നതാണ്. 1.5 മാസം അവിടെ ഇപ്പോൾ സമരം ഇരിക്കുന്നവർ അങ്ങനെ വലിയ വരുമാനമില്ലവരൊന്നും അല്ലല്ലോ, ചെറിയ തുച്ഛമായ വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. അവർ ഈ 1.5 മാസത്തോളം അവിടെ നിന്ന് മാറി നിൽക്കുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കുറച്ച് ആളുകളെ സ്ഥിരമായിട്ട് ഉള്ളെങ്കിൽ പോലും നിരവധി ആളുകൾ പല തവണകളായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതാണ്. അതുപോലെ നിരാഹാര സമരം ഒരാഴ്ചയോട് അടുക്കുകയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നവരുണ്ട്. അതായത് ഒരു കാര്യമായ പുരോഗതി ഇല്ല എന്നതാണ്. ഇതിലിപ്പം ഇനി സംസ്ഥാനത്തിന് മുമ്പ് കേന്ദ്രം ഇടപെട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയൊക്കെ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതാണ്. ഇനി കേന്ദ്രതലത്തിൽ എന്തെങ്കിലും ചർച്ച നടത്തി അവിടെ നിന്ന് കൂട്ടാനൊരു തീരുമാനമുണ്ടെങ്കിൽ സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടും അത് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയോ NHMോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും ആശാവർക്കർമാരുമായി ചർച്ച നടത്താനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ എന്തായാലുമില്ല. അതോടൊപ്പം തന്നെ അംഗനവാടിക്കാരുടെ സമരവും മുന്നോട്ട് പോവുകയാണ്. അംഗനവാടിക്കാരുടെ സമരത്തിൽ ഇന്നിപ്പോൾ അവർ INTUC സമരത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസ് ഈ വിഷയം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കുകയാണ്. അരുൺ, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാമെന്ന് തോന്നുന്നു. അതായത് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കും അംഗനവാടി വർക്കർമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലും പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതൊരു പൊതുസമൂഹം ഏറ്റെടുത്ത സമയമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനും UDFനും സ്വാഭാവികമായി അതിൻ്റേതായ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. എന്തായാലും ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. തലസ്ഥാനം പ്രതിഷേധാഗ്നിയിൽ തന്നെയാണ്. അതോടൊപ്പം
അതോടൊപ്പം നമ്മുടെ ഈ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടല്ലോ. കുടുംബത്തിനൊരു ചെറിയ സംശയമുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ റെയിൽവേ പാളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്ത് എന്നുള്ളതാണ് കുടുംബം പരിശോധിക്കുന്നത്. ഹോസ്റ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയ മേഘ എങ്ങനെയാണ് റെയിൽവേ പാളത്തിൽ എത്തിയത് എന്നാണ് കുടുംബത്തിൻ്റെ ഒരു സംശയം. നിലവിൽ ആ രീതിക്ക് അന്വേഷണം പോകുന്നുണ്ടോ TV പ്രസാദ്? അന്വേഷണം ശരിയായ നിലയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് പേട്ട പോലീസ് അറിയിക്കുന്നത്. അരുൺ, നമ്മൾ ഇന്നലെയും ഇനിഞ്ഞാന്നും ഈ സംഭവം നടന്നതിന് പിന്നാലെയൊക്കെ അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അതായത് അവർ പറയുന്നത് ഫോണ് പൂർണ്ണമായിട്ട് ആ റെയിൽവേ ട്രാക്കിൽ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പോലീസ് ഏതാണ്ട് അത് ആത്മഹത്യയാണെന്നും അതിൻ്റെ ഏതാണ്ട് ഒരു കാരണത്തിലേക്കൊക്കെ ആ സുഹൃത്തുക്കളെയൊക്കെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് എത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ അത് കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒന്നായില്ല എന്നതാണ്. പക്ഷേ ബന്ധുക്കൾ അത് പൂർണ്ണമായും ദുരൂഹത ആരോപിക്കുകയാണ്. അതായത് എയർപോർട്ട് മുതൽ ഈ മരണം നടന്ന സ്ഥലം വരെയുള്ള CCTVകൾ പരിശോധിക്കണം എന്ന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മേഘയുടെ ഫോണും പരിശോധിക്കണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. സന്തോഷവതിയായിരുന്നു, അമ്മയെ വിളിച്ചിരുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവസാനത്തെ കോൾ ആരുടേതാണ് എന്നത് സംബന്ധിച്ച് ഫോൺ തകർന്നാൽ അതിലുള്ള മറ്റ് ഡിജിറ്റൽ എവിഡൻസ് മാത്രമേ പോവുകയുള്ളൂ. CDR കോൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് കൃത്യമായി കിട്ടുകയും ചെയ്യും. അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ പോലീസിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അവസാന ഫോൺ കോൾ എങ്ങാനും ഇങ്ങനൊരു മരണത്തിന് കാരണമായോ എന്നുള്ളതാണ്. എന്തായാലും ഒരു കൊലപാതകം പോലെയുള്ള സാധ്യതകളിലേക്കൊന്നും ഒരിക്കലും ഈ കേസ് പോവില്ല എന്ന കാര്യം ഉറപ്പാണ്. ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോഴും പോലീസ് നിൽക്കുന്നത്. പക്ഷേ അതിനൊപ്പം ബന്ധുക്കളുടെ ആ സംശയങ്ങൾ അത് പൂർണ്ണമായി ദൂരീകരിക്കുന്ന നിലയിലുള്ള അന്വേഷണമാണ് ഇവിടെ പേട്ട പോലീസ് പുരോഗമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു TV പ്രസാദ്. അപ്പോൾ ഉഷാറാവട്ടെ. തലസ്ഥാനം ഇന്നത്തെ ദിവസം പ്രതിഷേധാഗ്നിയിലാണ്. അതേസമയം 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിലാക്സേഷൻ ഉണ്ട്. TV പ്രസാദാണ് തെക്കൻ കേരളത്തിൻ്റെ വാർത്താ സാധ്യതകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.